എല്ലാവർക്കും നമസ്കാരം. റിയലൈസേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് ഇല്ലാതെ, റൂൾസ് ഇല്ലാതെ, ജേണൽ എൻട്രി ഇല്ലാതെ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഞാൻ റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും എങ്ങനെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു തരാം. റിയലൈസേഷൻ അക്കൗണ്ട് തറാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് മാത്രമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ റിയലൈസേഷൻ അക്കൗണ്ടാണ് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും റെയറായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിന് നല്ല ഇമ്പോർട്ടൻസ് നൽകേണ്ടതാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ റിനീഷ, ആര്യ ആർ പാർട്ണേഴ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2. രണ്ട് പേരുള്ള പാർട്ണർഷിപ്പ് ഫേമിൽ അവരുടെ ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 3:2. ദെയർ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഗിവൺ ബിലോ. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഫേം ഡിസോൾവ് ആവുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്. ആ ഫേം ഡിസോൾവഡ് ആയി കഴിയുമ്പോൾ സ്റ്റോക്ക് റിയലൈസ് ചെയ്തേക്കുന്നത് 9,000, സൺട്രി അസറ്റ്സ് സോൾഡ് ചെയ്തേക്കുന്നത് 45,000, റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് ചെയ്തേക്കുന്നത് 2,000, ക്രെഡിറ്റേഴ്സ് പെയ്ഡ് ഇൻ ഫുള്ള്. അങ്ങനെ നമുക്ക് ഒരു 4 അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് ബുക്ക് വാല്യൂ എന്ന് ഓർത്ത് വയ്ക്കുക. ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. ഫോർമാറ്റ് ഇല്ലാതെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് ബുക്ക് വാല്യൂ എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ബുക്ക് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബാലൻസ് ഷീറ്റിനെയാണ് ബുക്ക് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലയബിലിറ്റി സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, റിനീഷയുടെയും ആര്യയുടെയും ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, റിസർവ് ഫണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ലയബിലിറ്റി സൈഡിൽ നിന്ന് ബുക്ക് വാല്യൂ അനുസരിച്ചിട്ടുള്ള ഐറ്റംസ് നമ്മൾ എടുത്തെഴുതണം എന്ന് ഓർത്തിരിക്കുക. ക്യാപിറ്റൽ റിനീഷയുടെ ആര്യയുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അത് എൻ്റർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റിസർവ് ഫണ്ട്, ഈ 2 ഐറ്റംസ് ഈ ലയബിലിറ്റി സൈഡിൽ നിന്ന് ബുക്ക് വാല്യൂവിൽ എഴുതാൻ പാടില്ല. ബാക്കി വരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേ 60,000 എഴുതിയേക്കണം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സിനെ ബുക്ക് വാല്യൂവിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ എഴുതാൻ പാടില്ല, റിസർവ് ഫണ്ട് എഴുതാൻ പാടില്ല, വേറെ ഐറ്റം ഒന്നും ലയബിലിറ്റി സൈഡിലില്ല. അത് കഴിഞ്ഞ് നമുക്ക് അസറ്റ് സൈഡിലേക്ക് നോക്കാം. അസറ്റ് സൈഡിൽ ബാങ്ക് എന്നും പറഞ്ഞ് 50,000 വന്നിട്ടുണ്ട്. ബാങ്കോ ക്യാഷോ വന്നിട്ടുണ്ടെങ്കിൽ അത് ബുക്ക് വാല്യൂവിൽ എഴുതാൻ പാടില്ല. ബാക്കി വരുന്നത് സ്റ്റോക്ക് 10,000. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റോക്ക് 10,000 എഴുതി. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് 20,000, അതും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡെപ്റ്റേഴ്സ് എഴുതി. നെക്സ്റ്റ് ഐറ്റം സൺട്രി അസറ്റ്സും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 53,000 എഴുതി. ക്ലിയർ ആയി? അതായത് ആദ്യം തന്നെ ബാലൻസ് ഷീറ്റിലെ ഐറ്റത്തിന് ബുക്ക് വാല്യൂവിലെടുത്ത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യണം. ലയബിലിറ്റി സൈഡിൽ നിന്ന് ക്യാപിറ്റലും റിസർവ് ഫണ്ടോ എടുക്കാൻ പാടില്ല. അസറ്റ് സൈഡിൽ നിന്ന് ക്യാഷോ ബാങ്കോ ഉണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല. ബാക്കിയുള്ള ഐറ്റത്തിന് അതുപോലെ തന്നെ എടുത്ത് ആ എമൗണ്ടിൽ തന്നെ എടുത്ത് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, സൺട്രി അസറ്റ്സ്, ഈ 3 ഐറ്റത്തിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് ബുക്ക് വാല്യൂവിൽ ഇവിടെ എടുത്ത് എഴുതിയത് അല്ലേ. ഈ 3 ഐറ്റത്തിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് ബുക്ക് വാല്യൂവിൽ എടുത്ത് എഴുതിയത്. ഈ 3 ഐറ്റത്തിനെയും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാങ്ക് എന്നും പറഞ്ഞ് എഴുതി റിയലൈസ് ചെയ്തായിട്ട് കാണിക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, സൺട്രി അസറ്റ്സ്, ഈ 3 ഐറ്റമാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് ബുക്ക് വാല്യൂവിൽ എടുത്ത് എഴുതിയത്. ഈ 3 ഐറ്റത്തിനെയും ഓപ്പോസിറ്റ് സൈഡിൽ ബാങ്ക് എന്നും പറഞ്ഞ് എഴുതണം. അതിനുശേഷം എമൗണ്ടുകൾ, സ്റ്റോക്കിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടോയെന്ന് നോക്കണം. സ്റ്റോക്ക് ഒരു 9,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ 9,000 എഴുതണം. അടുത്ത ഐറ്റം ഡെപ്റ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടോയെന്ന് നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡെപ്റ്റേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് തന്നെ എടുത്ത് എഴുതണം. നെക്സ്റ്റ് സൺട്രി അസറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ടല്ലോ 45,000, സൺട്രി അസറ്റ്സ് 45,000 എഴുതി. അതിനുശേഷം ഈ 3 എമൗണ്ട് ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളം കൊടുക്കണം.
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യം ബുക്ക് വാല്യൂവിൽ എല്ലാ ഐറ്റം എടുത്ത് എഴുതുക. ഈ ഐറ്റത്തിനെ ബാങ്ക് എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിയലൈസ് ചെയ്ത് കാണിക്കുക. ആ കാണിക്കുമ്പോൾ നമ്മൾ എമൗണ്ട് എഴുതുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലെ എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എഴുതിയേക്കുന്ന എല്ലാ ഐറ്റവും റിയലൈസ് ചെയ്ത് കാണിക്കണം. ഏതെങ്കിലും ഒരു ഐറ്റം ഇപ്പോൾ ഡെപ്റ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിലില്ല, അപ്പോൾ നമ്മൾ എന്താണ് ഈ എമൗണ്ട് തന്നെ എടുത്ത് ഇവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 74,000 ലഭിച്ചു. ഇപ്പോൾ നമ്മൾ അസറ്റ്സ് റിയലൈസ് ചെയ്തത് ബാങ്ക് എന്നും പറഞ്ഞ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതി. ഇനി നമുക്കിവിടെ ഉള്ളത് ഏതാ, ലയബിലിറ്റി ഉണ്ട്. ബുക്ക് വാല്യൂവിൽ എഴുതിയ ലയബിലിറ്റി ഉണ്ട്. ഈ ലയബിലിറ്റിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാങ്ക് എന്നും പറഞ്ഞ് റിയലൈസ് ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്രെഡിറ്റേഴ്സ് പെയ്ഡ് ഇൻ ഫുൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് തന്നെ എടുത്ത് ഇവിടെ റിയലൈസ് ചെയ്താൽ മതി. അഥവാ ഇനി ക്രെഡിറ്റേഴ്സ് പെയ്ഡ് ഇൻ ഒരു 5,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് എഴുതണം, ബാങ്കിൽ നിന്ന് എഴുതിയിട്ട് 5,000 എഴുതണം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റേഴ്സ് പെയ്ഡ് ഇൻ ഫുൾ എന്ന് പറയുമ്പോൾ ഈ 60,000 തന്നെ എടുത്ത് എഴുതണം. അപ്പോൾ ബാങ്കിൽ നിന്നാണ് എഴുതേണ്ടതെന്ന് ഓർക്കണം. ക്യാഷിൽ നിന്ന് എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് പഠിച്ചാൽ മതി. കാരണം നമുക്ക് ഇത് കഴിഞ്ഞ് കണ്ടിന്യൂഷൻ വന്നത് ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടുമാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ബാങ്ക് എഴുതിയാൽ നമുക്ക് അവിടെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് എഴുതി പഠിച്ചാൽ മതി കേട്ടോ. ക്യാഷിൽ നിന്ന് എഴുതി പഠിക്കേണ്ട, കാരണം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മൾ ബുക്ക് വാല്യൂവിലുള്ള ഐറ്റംസ് എഴുതി അതിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിയലൈസ് ചെയ്തു. ക്രെഡിറ്റേഴ്സിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാങ്കിൽ നിന്ന് എഴുതി റിയലൈസ് ചെയ്തു. അസറ്റ്സിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാങ്കിൽ നിന്ന് എഴുതി റിയലൈസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വേറെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ സ്റ്റോക്ക് നമ്മൾ എഴുതി, സൺഡേ അസറ്റ്സ് നമ്മൾ എഴുതി, റിയലൈസേഷൻ എക്സ്പെൻസ് 2,000 തന്നിട്ടുണ്ട്. റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഏത് ക്വസ്റ്റ്യനിലായാലും റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പാർട്ട്ണറിൻ്റെ പേരൊന്നും ഇല്ലെങ്കിൽ ബാങ്ക് എന്നും പറഞ്ഞ് ഡെബിറ്റ് സൈഡ് കൊടുത്താൽ മതി. ഇനി ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് ബൈ ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് എഴുതണം, ആ പാർട്ട്ണറിൻ്റെ പേരാണ് എഴുതേണ്ടത്. പാർട്ട്നേഴ്സ് ഇപ്പോൾ റിനീഷ മെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിനീഷാസ് ക്യാപിറ്റൽ എന്ന് എഴുതണം. പക്ഷേ ഇവിടെ പേരൊന്നുമില്ല, റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് 2,000 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടു ബാങ്ക് എന്ന് എഴുതിയിട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് ബ്രാക്കറ്റ് കൊടുക്കുക 2,000. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കി, ഒന്നും തന്നെ ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് എഴുതാനില്ല. ഈ റിയലൈസേഷൻ എക്സ്പെൻസ് ക്ലിയർ ആയല്ല. അപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം, ബാങ്ക് എന്നും പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ എപ്പോഴും ഡെബിറ്റ് സൈഡ് തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനി റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് ബൈ എന്നും പറഞ്ഞ ഒരു പാർട്ട്ണറിൻ്റെ പേരുണ്ടെങ്കിൽ ഇവിടെ ബാങ്കിൽ നിന്ന് എഴുതരുത്, ആ പാർട്ട്ണറിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഇനി സാധാ ചെയ്യണ പോലെ തന്നെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ എമൗണ്ട് വരുന്നത്, 1,45,000 വരുന്നുണ്ട്. ക്രെഡിറ്റ് സൈഡ് കുറവാണ് എമൗണ്ട്. അപ്പോൾ നമ്മൾ ഈ 1,45,000 നിന്ന് ഈ രണ്ട് എമൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 11,000 കിട്ടും. ഈ 11,000 നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് അഡ്മിഷൻ ചാപ്റ്ററിൽ പഠിച്ചത് തന്നെ. രണ്ട് പാർട്ട്നേഴ്സിന് നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് 3:2. 3:2 ഷെയർ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യം കേൾക്കുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതി ഇത് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ് റിയലൈസേഷൻ അക്കൗണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.